ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന 4 വയസ്സുള്ള കുട്ടിയുടെ ഒരു മെഷർമെൻറ്റിലൊരു പട്ടുപാവാടയാണ് കേട്ടോ. അപ്പോൾ അവർ സൈസ് പറഞ്ഞിട്ടുള്ള 22 കേട്ടോ. റെഡിമെയ്ഡ് ഡ്രസ്സ് വാങ്ങിക്കുമ്പോൾ 22 സൈസിലാണ് അവർ വാങ്ങിക്കാറ് പറഞ്ഞു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ബ്ലൗസ് പീസ് ഞാൻ 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ലൈനിങ് 1/2 മീറ്റർ എടുത്തിട്ടുണ്ട്. ഇത് താഴത്തേക്കുള്ള ലൈനിങ് 1.5 മീറ്റർ ആണ്. ഇത് നമ്മുടെ ചെക്ക് മോഡൽ ടിഷ്യൂ വരുന്നതാണ്. ഇത് നമ്മൾ 2 മീറ്റർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മെറ്റീരിയൽസ് ആണ് കേട്ടോ നമുക്ക് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. നമ്മൾ പാവാടേൻ്റെ ലെങ്ത്ത് എടുക്കുന്നത് 21 കേട്ടോ. 21 ഇഞ്ച് എടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് തയ്യൽ തുമ്പിൽ മുകൾ വശത്തേക്ക് ഒരു 1/2 ഇഞ്ച് അധികം വേണം കേട്ടോ. അപ്പോൾ 21.5 മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 21.5 എടുക്കുന്നുണ്ട്. അത് നമുക്ക് മാർക്ക് ചെയ്തിട്ട് സ്കെയിൽ ഉപയോഗിച്ചിട്ട് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് നമ്മുടെ അരവണ്ണം വരുന്നത് 16 ഇഞ്ചാണ് കേട്ടോ. അപ്പോൾ 8 ഇഞ്ചേ വേണ്ടു. പിന്നെ കുറച്ച് കൂടി നമ്മൾ ഒരു 24 എടുക്കുന്നുണ്ട് കേട്ടോ. 12 എടുക്കുന്നുണ്ട്. അപ്പോൾ റൗണ്ട് ചെയ്യുമ്പോൾ 24 കുറച്ച് ചെറിയൊരു ചുരുക്ക് എക്സ്ട്രാ നമുക്കങ്ങനെ ഒരു വലിക്കുന്ന ആ ഒരു ഇതിൽ വേണ്ടേ. അങ്ങനെ കുറച്ച് ഒരു എക്സ്ട്രായും കൂടി ഒരു 4 ഇഞ്ചോളം എക്സ്ട്രായും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വീതി വരുന്നത് 4 ഇഞ്ചാണ് കേട്ടോ. 4 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക. നമ്മൾ താഴത്തേക്കുള്ള ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ സ്കേർട്ടിന് വേണ്ടിയുള്ള ലൈനിങ് കട്ട് ചെയ്യുമ്പോൾ നേരത്തെ 21.5 കട്ട് ചെയ്ത് അതിനേക്കാളും ഒരു ലൈനിങ് ഉള്ള മെറ്റീരിയലിനേക്കാളും 2 ഇഞ്ച് കുറവ് മതിയാവും കേട്ടോ. പിന്നെ ഇതേ അളവിൽ നമുക്ക് ബാൻഡിൻ്റെ ഉള്ളിൽ വെക്കാൻ വേണ്ടിയിട്ടും ലൈനിങ് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ലൈനിങ് ഇതുപോലെയാണ് കേട്ടോ കൊടുക്കുന്നത്. അമ്പർലയിൽ കൊടുക്കുന്നത്. നമുക്ക് ഫ്രില്ലിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ചും കൂടി എളുപ്പം നമുക്ക് ഇങ്ങനെ അമ്പർലയിൽ കൊടുക്കുന്നതായിരിക്കും. കുറച്ച് നല്ല വിരിഞ്ഞ് കിടക്കുകയും ചെയ്യും, നല്ല രീതിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ എടുക്കേണ്ടത് നമ്മുടെ അരവണ്ണത്തിന് 4 ഭാഗമാണ് കേട്ടോ എടുക്കേണ്ടത്. എന്നിട്ട് 12, 24 എടുത്തത്. അപ്പോൾ ഈ ഒരു സൈഡ് എടുക്കുമ്പോൾ 6 വരും. 6 വെച്ചിട്ട് 24നെ 4 കൊണ്ട് ഹരിക്കുക. 4 കൊണ്ട് ഹരിച്ചിട്ട് കിട്ടുന്നത് വേണം നമ്മൾ ഇവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ആദ്യം തന്നെ ഈ ലൈനിങ്ങിൻ്റെ അടിവശം മടക്കി അടിക്കുക കേട്ടോ. അതങ്ങനെ ആദ്യം ഒരു മടക്കിയിട്ട് ഈ മടക്ക് വരുന്ന ഭാഗത്തേ കൂടി അടിവ് കൊടുക്കുക കേട്ടോ. അതിനുശേഷം വീണ്ടും ഒരു മടക്കിയിട്ട് ഇപ്പുറത്തെ അറ്റത്തേ കൂടിയിട്ട് ഒന്ന് അടിച്ചെടുക്കുക. ഫുള്ളായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അതുപോലത്തെ നമ്മുടെ അരവണ്ണം അല്ലേ, ഇതേ ഒരളവിൽ നമ്മൾ ലൈനിങ് പീസും കട്ട് ചെയ്തിട്ട് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ ഇതിൻ്റെ ലൈനിങ് ഒക്കെ വെച്ച് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സൈഡിൽ ഇതുപോലെ മടക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഇങ്ങനെ വെക്കാം. നമുക്ക് ഈ മടക്കി അടിച്ച വശം ഇതുപോലെ വരണം. ഇതുപോലെ ചീത്ത വശം, ഇത് നല്ല വശം. എന്നിട്ട് നമ്മുടെ ലൈനിങ് ഇതുപോലെ ഒരറ്റത്തുനിന്ന് വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ അടിച്ചെടുക്കുക കേട്ടോ. ഈ ഒരറ്റം വരെ അടിച്ചെടുക്കുക. ജസ്റ്റ് ഒരു സ്റ്റിച്ച് ഒരു കുറച്ച് വിട്ടിട്ട് ഒരു സ്റ്റിച്ച് ഫുള്ളായിട്ട് കൊടുക്കുക കേട്ടോ. നമുക്കിങ്ങനെ അമ്പർലയിൽ കട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കുറച്ച് ബാലൻസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അതെന്താ ചെയ്യാം, കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ നമുക്കതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ അത് മൊത്തത്തിൽ അടിച്ചെടുത്തു കേട്ടോ. അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതെന്താക്കി വെച്ചാൽ നമ്മൾ 2ആയിട്ടൊന്ന് മടക്കി കൊടുത്തു കേട്ടോ. 2ആയിട്ട് ഇതുപോലെ 2ആയിട്ട് മടക്കി കൊടുത്തു. 2ആയിട്ട് മടക്കി വീണ്ടും അതിനെ 2ആയിട്ട് ഇതുപോലെ മടക്കിയിട്ട് ഇപ്പോൾ 4 ഭാഗമായില്ലേ. എന്നിട്ട് നമുക്ക് ഈ ജോയിൻറ്റ് വരുന്നത് ചെറിയൊരു കട്ട് കൊടുക്കാം. ഈ ഒരു ജോയിൻറ്റ് വരുന്നത് ചെറിയ കട്ട് കൊടുക്കാം. അപ്പം നമുക്ക് ഇങ്ങനെ വെക്കുമ്പോൾ കുറച്ച് കട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ഇവിടെ ഒരു കട്ട്, ഇവിടെ ഒരു കട്ടുണ്ട്, ഇവിടെ ഒരു കട്ടുണ്ട്, ഇങ്ങനെ കുറച്ച് കട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഇതും താഴത്തേക്കുള്ള സ്കേർട്ടിൻ്റെ തുണിയിൽ അതുപോലെ തന്നെ നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ തന്നെ ഇതും കൂടി ഒന്ന് കട്ട് ചെയ്യാം. 4ആയിട്ട് മടക്കിയിട്ട് ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഫ്രില്ലിട്ടെടുക്കാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇതുപോലെ ഈ ലൈനിങ് വരുന്നില്ലേ, ലൈനിങ് വരുന്നതിൻ്റെ മുകളിൽ ചോക്കൊന്ന് മാർക്ക് ചെയ്ത് അപ്പുറം കേട്ടോ. നമുക്കത് ജസ്റ്റ് ഇപ്പുറം മാർക്ക് ചെയ്യുക. അല്ലെങ്കിൽ കട്ട് ഉണ്ടല്ലോ, ആ കട്ട് നോക്കിയിട്ട് നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അതുവരെ നമുക്ക് നോക്കിയാൽ മതി കേട്ടോ. ഇതുപോലെ വെക്കാം. എന്നിട്ട് നമ്മുടെ നല്ല തുണി ഇതുപോലെ എടുക്കുക കേട്ടോ. നല്ല തുണി എടുത്തിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് ഇവിടുന്ന് അടിച്ച് വരാം. ഇവിടുന്ന് ആദ്യം കുറച്ചൊരു സ്ട്രെയിറ്റ് ആയിട്ട് വരാം. അതിന് ശേഷം നമ്മുടെ ഈ ഫസ്റ്റത്തെ കട്ട് കേട്ടോ, ഈ ഫസ്റ്റത്തെ കട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ സ്കേർട്ടിൻ്റെ ഫസ്റ്റ് കട്ടത് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ അത്രയും ഭാഗം നമുക്ക് ഫ്രില്ലിടാനുണ്ട്. നമുക്കത് ഇതുപോലെ ചെറിയ 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 ഫ്രില്ല്
ഇവിടെ ഇട്ട് കൊടുക്കാം. ഈ കട്ടിൻ്റെ അടുത്തേക്ക് എത്തുമ്പോൾ ഇതിൽ ഈ കട്ട് വരെയുള്ള ഫ്രില്ല് ഇട്ട് കൊടുക്കണം. രണ്ടാമത് നമ്മുടെ സെക്കൻഡ് കട്ട് വരും. എന്നിട്ട് നമുക്ക് ആദ്യം ഇതുപോലെ ഫ്രില്ലിട്ട് പോവാം. സെക്കൻഡ് കട്ട് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ രണ്ടാമത്തെ കട്ട് ഇത്ര പോലെ തുണി ഫ്രില്ലിട്ട് എടുക്കണം. പിന്നെ അടുത്ത കട്ട് വരുമ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഇതിലുള്ള കട്ട് ഫ്രില്ലിട്ടെടുക്കാം. പിന്നെ അങ്ങനെ നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. ഫുള്ളായിട്ട് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതുപോലെ ഒരു മടക്കാം കേട്ടോ. ഇതുപോലെ മടക്കിയിട്ട് ഇത് താഴത്തേ കൂടി കൊടുക്കുക, ഈ അറ്റത്തേ കൂടി കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് അലാസ്റ്റിക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ട് അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നന്നായിട്ട് വെച്ചിട്ടൊന്ന് അയൺ ചെയ്തെടുക്കാം. അപ്പോൾ സൈഡ് ജോയിൻ ചെയ്താൽ പിന്നെ അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് ഫ്രില്ലൊക്കെ നേരെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് അയൺ ചെയ്ത് എടുത്തിട്ട് വരാം. ഞാൻ ഫ്രിൽസൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ ഈ ഹോൾസിൽ കൂടി നമ്മുടെ അലാസ്റ്റിക് ഇട്ട് കൊടുത്ത് 16 ഇഞ്ചിലാണ് കേട്ടോ ഞാൻ പറഞ്ഞ അലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ചെറിയൊരു ചുരുക്കയിലും നമുക്ക് ഒരുപാട് ചുരുക്കുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡബിൾ വീതിയിൽ, അതായത് നമ്മുടെ അരവണത്തിന് ഡബിളായിട്ട് തുണി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. സൈഡ് ഇവിടുന്ന് വെച്ചിട്ട് പകുതി അടിച്ചിട്ട് സെപ്പറേറ്റ് അടിക്കുന്നത് അങ്ങനെ അടിക്കാം. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, ഒന്നിച്ച് അടിക്കുമായിരുന്നു. അപ്പോൾ ഇവിടുന്ന് അടിച്ചിട്ട് താരോളം നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ബ്ലൗസ് ഇത് ആദ്യം ഫ്രണ്ടിലേക്ക് മാത്രം കട്ട് ചെയ്യുന്നത്, പിന്നെയാണ് ബാക്കിലേക്ക് കുറച്ച് എക്സ്ട്രാ തുണി വേണ്ടതുകൊണ്ട് ബാക്കിൽ കട്ട് ചെയ്യുന്നത് ഇപ്പോൾ കാണിക്കുന്നില്ല, ഫ്രണ്ടിലേക്ക് മാത്രമുള്ളതാണ് കേട്ടോ. ആദ്യം നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഷോൾഡർ വേണ്ടത് 4.5 ഇഞ്ചാണ്. 4.5 ഇഞ്ച് ഷോൾഡർ, അതിൻ്റെ വെച്ച് തയ്യൽ തുമ്പിന് 1/2 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് 5 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. 5 ഇഞ്ച് എടുക്കുന്നുണ്ട്. താഴത്തേക്ക് ആം ഹോള് 4.5 ഇഞ്ച് തന്നെ എടുക്കുക. ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കാം. പിന്നെ ഇവിടുന്ന് നമുക്ക് ചെസ്റ്റ് എടുക്കുന്നത് 5.75 കേട്ടോ. ചെസ്റ്റ് എടുക്കുന്നത് 5.75 ചെസ്റ്റ് എടുക്കുക. പിന്നെ അവിടുന്ന് തയ്യൽ തുമ്പിന് 1.5 ഇഞ്ചും കൂടി കൂട്ടി കൊടുക്കാം. നമ്മുടെ ബ്ലൗസിൻ്റെ ലെങ്ത്ത് വരുന്നത് 11.5 ഇഞ്ചാണ്. 11.5 ഇഞ്ച് അവിടുന്ന് നമുക്കൊരു 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനും കൂടി 11.5 ഇഞ്ച് വരുന്നുണ്ട്. അവിടുന്ന് ഒരു 1 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. 1/2 ഇഞ്ച് താഴത്തും 1/2 ഇഞ്ച് മുകളിലും, അങ്ങനെ 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കാം. കറക്റ്റ് 12.5 ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി താഴത്ത് വരുന്നത് നമ്മുടെ 5.25 കേട്ടോ. താഴത്ത് വരുന്നത് താഴത്ത് വേസ്റ്റ് റൗണ്ട് തയ്യൽ തുമ്പിന് 1.5 കൂടി കൂട്ടി കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കുക. പിന്നെ നമ്മുടെ ആം ഹോള് നോർമലായിട്ട് നമ്മുടെ ആം ഹോള് വരുന്നത് ഇതുപോലെയാണ്. അപ്പോൾ ബാക്ക് കട്ട് ചെയ്യണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഇങ്ങനെ വരച്ചേ. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ കാണിച്ചു തരാം. ഫ്രണ്ടിൽ വരുന്ന സമയത്ത് കാണിച്ചു തരാം. അതിന് മുമ്പ് കഴുത്തിൻ്റെ അകലം മാർക്ക് ചെയ്യാം. കഴുത്തിൻ്റെ അകലം ഞാൻ എടുക്കുന്നത് 2 ഇഞ്ചാണ് കഴുത്തിൻ്റെ അകലം. കഴുത്തിൻ്റെ ഇറക്കം 3.5 ഇഞ്ചും എടുക്കുന്നുണ്ട്. അതൊരു ബോക്സ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. എന്ന് നമ്മൾ ഇവിടുന്ന് ഒരു 4 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ട് ചെറിയൊരു ഷോൾഡർ ചെരിവ് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് ഇവിടുന്ന് താഴത്തേക്ക് നമ്മളെ അളവ് നോക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് കണ്ടുപിടിക്കുക. എന്നിട്ട് അവിടുന്ന് ഒരു 1/2 ഇഞ്ച് ഉൾവശത്തേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് ഈ 1/2 ഇഞ്ചിലേ കൂടിയിട്ട് നമുക്ക് ആം ഹോൾ കൊടുക്കാം. ഇത് നമ്മുടെ ഫ്രണ്ടത്തെ ആം ഹോള്, ഇത് നമ്മുടെ ബാക്കത്തെ ആം ഹോൾ. അപ്പോൾ അത് നമ്മൾ ആദ്യം കട്ട് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക് ആം ഹോൾ ആണ് കേട്ടോ കട്ട് ചെയ്തെടുക്കണ്ടേ. അതിന് ശേഷം ബാക്ക് പീസ് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം പിന്നെ ഫ്രണ്ടിലെ കൂടി നമുക്ക് ആ ഒരു ഫ്രണ്ടത്തെ ആം ഹോൾ വഴി കട്ട് ചെയ്തെടുക്കാം. അത് ഞാൻ ബാക്കത്തെ ആ ഒരു ആം ഹോളിൻ്റെ ആ ഒരു അളവിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. ഈ ഒരു ചെരിവ് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് ഇതുപോലെ കൊടുക്കാം. ബാക്ക് പീസ് കൊടുക്കുമ്പോൾ കണ്ടില്ലേ ഒരു 4 ഇഞ്ച് ഇതുപോലെ എക്സ്ട്രാ തുണി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിൽ കുടുക്ക് വെക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ്ട്രാ കുറച്ച് തയ്യൽ തുമ്പ് വേണം. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിൻ്റെ ഇതിൽ തന്നെ കട്ട് ചെയ്തിട്ട് ഒന്ന് എടുക്കാം. ഞാൻ ഇവിടെ ചെറിയൊരു കട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നെക്കിൻ്റെ ഇറക്കത്തിന് വേണ്ടിയിട്ടാണ്. ബാക്കിനൊക്കെ കുറച്ചും കൂടി ഇറക്കം എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4.5 എടുക്കുന്നുണ്ട്. ജസ്റ്റ് ഇത് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഇതുവഴി ഇങ്ങനെയായിരുന്നു കേട്ടോ വരുന്നത്. ഒരു കട്ട് ഇത് കറക്റ്റായിട്ടത് ഇതുപോലെ വെച്ച് കൊടുത്ത് ബാക്കിൽ ഞാൻ കൊടുക്കുന്ന ഒരു വി ഷേപ്പ് കണക്കത്തിയാണ്. ഒരു യു ഷേപ്പ് കൊടുക്കുന്നില്ല, ഒരു വി മോഡൽ ഷേപ്പാണ് കേട്ടോ കൊടുക്കുന്നത്. ഇതുപോലെ വരച്ചിട്ട് നമുക്കിത് ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഈ ബാക്ക് പീസിൻ്റെ ഇതും കൂടി നമുക്കൊന്ന് ഓപ്പൺ ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഓപ്പൺ ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് കൊടുക്കുന്ന യൂനെക്കാണ്. അത് നമുക്കിത് ഇതുപോലെ യൂനെക്ക് വരച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം.
ഞാൻ നമ്മുടെ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു കേട്ടോ. നമ്മുടെ മെയിൻ ക്ലോത്തിന് നെക്ക് ഫിനിഷ് ചെയ്യാം. ഇതുപോലെ വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മീത്ത് ഇതുപോലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് കഴുത്തിൻ്റെ അടുത്ത് ഇതുപോലെ റൗണ്ടിൽ അടിക്കുക. അതിനുശേഷം ഈ തുണിയൊക്കെ ഇതുപോലെ വെച്ചിട്ട് പതിച്ചടിക്കുക. പിന്നെ അത് ലൈനിങ് ബാക്ക് വശത്തേക്ക് ആക്കിയിട്ട് നല്ല വശത്ത് കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കുക. ഫ്രണ്ട് ഇതുപോലെ നല്ല വശത്തെ കൂടി അടിച്ചു. അതിനുശേഷം ലൈനിങ് നല്ല തുണി വെച്ച് ഫുള്ളായിട്ടൊന്ന് ടച്ച് ചെയ്തെടുത്തും. അതുപോലെ തന്നെ ബാക്ക് പീസ് നമ്മൾ ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് അടിച്ചെടുത്തു. അതിനുശേഷം പതിച്ചും കൂടി എടുത്തു. നമ്മൾ നല്ല വശത്ത് കൂടി അടിച്ചിട്ട് ആ ഷോൾഡർ ജോയിൻ ചെയ്യാനുണ്ട് അത്ര കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. 2 പീസും ഇതുപോലെ ഇത്ര പോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് നമ്മുടെ നല്ല വശമല്ലേ, ബാക്കിൻ്റെ നല്ല വശം, ആ നല്ല വശത്തോടെ ഫ്രണ്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം ഷോൾഡർ ഈ ലൈൻ പീസ് ഇതുപോലെ ഇങ്ങോട്ടേക്ക് മറിച്ച് കൊടുത്തിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കാം. അതുപോലെ ഓപ്പോസിറ്റ് ഇതിപ്പോൾ നല്ല വശമല്ലേ, നല്ല വശത്തോട് ഈ ഫ്രണ്ടിൻ്റെ നല്ല വശം ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ലൈൻ പീസ് ഇതുപോലെ കവർ ചെയ്ത് വെച്ചിട്ട് ഷോൾഡർ ഒന്ന് ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം. ഞാൻ ഇവിടെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് 2 ഇഞ്ച് വീതിക്കും ഒന്ന് 3 ഇഞ്ച് വീതിക്കുമാണ് നമുക്കിവിടെ ബ്ലൗസിന് വെക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ 2 ഇഞ്ച് വീതിക്ക് വരുന്നത് നമ്മൾ ഇവിടെയാണ് കേട്ടോ വെക്കുന്നത്. ഇതുപോലെ വെക്കുക. വെച്ചിട്ട് ഒരറ്റത്തേക്ക് ഇത് കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ കുറച്ച് മുകളിലോട്ട് കയറ്റി വെച്ച് കൊടുത്തിട്ട് ഒരറ്റത്തേക്ക് കൂടി ഇങ്ങനെ അടിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ തിരിച്ച് വെച്ചിട്ട് പതിച്ചടിക്കുക. എന്നിട്ട് ഇത് ഇതുപോലെ വെച്ചിട്ട് മടക്കിയിട്ട് ഉള്ളിലേക്ക് 2 മടക്ക് മടക്കിയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. ഇതുപോലെ പതിച്ചടിച്ചിട്ട് നമുക്കിത് ചീത്ത വശത്തേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം ഒരു മടക്ക് മടക്കി കൊടുക്കുക. പിന്നീട് വീണ്ടും ഒരു മടക്ക് ഇതുപോലെ മടക്കുക. പതിച്ചടിച്ചത് ഈ ചീത്ത വശത്തേക്ക് വരുന്ന രീതിക്ക് വേണം ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് നമുക്കിത് ഈ ഒരറ്റത്തെ കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് വരാം. ഓപ്പോസിറ്റ് വശത്തേക്കുള്ള 3 ഇഞ്ച് വീതിക്ക് എടുത്ത തുണിയിൽ ഒരറ്റം ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ കുറച്ച് മുകളിലോട്ടേക്ക് വെച്ചിട്ട് നമുക്കിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം പതിച്ചടിക്കണ്ട കേട്ടോ. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ വെച്ചിട്ട് കുറച്ചൊരു തുണി പുറത്തേക്ക് വരുന്ന രീതിക്ക് ഇങ്ങനെ തള്ളി നിൽക്കണം. കണ്ടില്ലേ, കുറച്ച് ഇത്രപോലെ തുണി ഞാൻ ആദ്യം പതിച്ചടിച്ചിട്ട് വരാം, എന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചീത്ത വശത്തേക്ക് വെക്കാം. ചീത്ത വശത്തേക്ക് വെച്ചിട്ട് ഇതുപോലെ ഒരു മടക്ക് ഇവിടെ മടക്കി കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ചൊരു മെറ്റീരിയൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക്, മനസ്സിലാവുന്നുണ്ടോ അറിയില്ല, ഇത് കുറച്ചിപ്പം ഇതുപോലെ മടക്കിയിട്ട് നമ്മൾ നേരത്തെ ഇങ്ങനെ ഫുള്ളായിട്ട് മടക്കില്ല, അങ്ങനെ വേണ്ട, കുറച്ചൊരു തുണി ഇങ്ങനെ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്ക് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. ഈ ഒരറ്റത്തെ സ്റ്റിച്ച് ചെയ്യാം. പിന്നെ അതിനുശേഷം ഈ ഒരറ്റത്തെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. സ്ലീവിന് വേണ്ടിയിട്ട് ഇതുപോലെ മെറ്റീരിയൽ മടക്കി വെച്ചിട്ട് കേട്ടോ. പഫ് സ്ലീവാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്രില്ലിന് വേണ്ടിയിട്ട് നമ്മുടെ ചെസ്റ്റ് അളവ് നമ്മൾ എത്ര മാർക്ക് ചെയ്ത് 5.25 അപ്പോൾ അതിൻ്റെ ഡബിളായിട്ടൊക്കെ എടുക്കാം കേട്ടോ. 5.25 ഡബിളായിട്ട് നമുക്ക് മെറ്റീരിയൽ എടുക്കാം. കാരണം എന്നാൽ നമുക്ക് നല്ലോണം ഫ്രില്ല് കിട്ടും കേട്ടോ. ഇതുപോലെ മടക്കി വെക്കാം. ഇതിപ്പോൾ ഏകദേശം 11 ഇഞ്ചോളം വരുന്നുണ്ട് കേട്ടോ. ഞാനിത് മൊത്തത്തിൽ അങ്ങ് എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് നോക്കാം കേട്ടോ. ഞാൻ തയ്യൽ തുമ്പ് അടക്കം ലെങ്ത്ത് ഒരു 4.5 ഇഞ്ചാണ് കേട്ടോ മാർക്ക് ചെയ്യുന്ന. 4.5 ഇഞ്ചിൽ നമുക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ഇപ്പുറത്തെ വശത്തും മാർക്ക് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവിടെ സ്കെയിൽ കൊണ്ടൊരു സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ കൊടുക്കാം കേട്ടോ. അതിനുശേഷം ഈ താഴ്വശമില്ലേ, താഴ്വശത്തുനിന്ന് ഞാനൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 2 ഇഞ്ച് എടുക്കുന്നുണ്ട്, 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇതുപോലെ വെക്കുക. ഒരു ലൈൻ കൊടുക്കുന്നുണ്ട്. ഏകദേശം 11.5 ഇഞ്ച്, 11.5 പകുതി, 11.5 വരുന്നത്. 11.5 പകുതി നമുക്ക് മാർക്ക് ചെയ്യാം. 5.5 11.45 അടുത്തോളം മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കത് ഇതുപോലെ വരച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ വരാം. എന്നിട്ട് ഇവിടെ എത്തുമ്പോൾ ചെറുതായിട്ടൊന്നുക ഇതുപോലെ ഇങ്ങനെ കുഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതുപോലെ കൊടുക്കുന്നത് നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തില്ലേ, അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ടും കുറച്ച് കുഴിച്ചിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അത് എങ്ങനെ കട്ട് ചെയ്യേണ്ടത് വെച്ചാൽ നമുക്കിത് നല്ല വശം, ഇത് നല്ല വശം, അതായത് ഇത് ഒരു സ്ലീവിൻ്റെത്, ഇത് മറ്റേ സ്ലീവിൻ്റെ നല്ല വശം ഒരുമിച്ച് വെച്ച് കൊടുക്കാം. ഒരുമിച്ച് വെച്ച് കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു വശം, ഏത് വശമായാലും പ്രശ്നമില്ല, ഏതെങ്കിലും ഒരു വശം നമുക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് നമ്മുടെ ഇത് നമ്മുടെ സെൻറ്റർ വരുന്നത്, അതായത് ഇത് രണ്ടും വെക്കുമ്പോൾ ഉള്ള സെൻറ്ററാണ് ഇവിടെ വരുന്നത്.
ആ സെൻറ്ററിന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്യാം, കാണിച്ചു തരാം. ഇതുപോലെ വെച്ചിട്ട് രണ്ടും ഒന്നിച്ച് വെച്ചിട്ട് ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം ഇതിവിടെ നമ്മൾ ഇത് വരുന്നേട്ടാ, ജസ്റ്റ് ഇനി നിങ്ങൾക്കിത് ആദ്യമായിട്ട് ചെയ്യുന്നവരാണ്, ഇത് മനസ്സിലാവാത്തവരാണെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി കേട്ടോ. എന്താ ഇവിടെ നമുക്ക് ഇതിപ്പോൾ ചീത്തവശമല്ലേ, ചീത്തവശത്ത് നമുക്കിതാ എഫ് ഫ്രണ്ട് എന്ന് എഴുതി കൊടുക്കാം. അതുപോലെ ഓപ്പോസിറ്റ് വശത്തും ഇതാ ഫ്രണ്ട് നിന്ന് ഇങ്ങനെ എഫ് എന്ന് ഇങ്ങനെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഇൻറ്റു മാർക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്കിത് ഇങ്ങനെ വരുന്ന സമയത്ത് സ്ലീവ് ഇത് ഇങ്ങനെ വരുന്ന സമയത്ത് ഇത് കണ്ടില്ലേ, ഫ്രണ്ട് കുറച്ച് കുഴിച്ച് കട്ട് ചെയ്തിട്ട് ഇതാണ് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. ഓപ്പോസിറ്റ് വശത്തിൻ്റെ ഫ്രണ്ട് വരുന്നത് ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതങ്ങനെ കാണിക്കാം. അപ്പോൾ ഇത്ര പോലെ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം നമുക്കതിൻ്റെ താഴത്തേക്ക് ചെറിയൊരു ബെൽറ്റ് പോലെ വേണ്ടേ, ആ ബെൽറ്റിന് വേണ്ടിയിട്ടുള്ള പീസ് കട്ട് ചെയ്തെടുക്കാം. ഞാൻ കൈയിൻ്റെ റൗണ്ട് എടുക്കുന്ന ഒരു 7.5 അതായത് താഴത്തേക്കുള്ള നമുക്ക് ബെൽറ്റിൻ്റെ അളവ് ഒരു 7.5 കേട്ടോ വേണ്ടത്. അപ്പോൾ 7.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടി 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ടും ഒരു 9 ഇഞ്ചിന് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ 9 ഇഞ്ച് നമുക്ക് എടുക്കാം കേട്ടോ. ഇത് കറക്റ്റ് 9 ഇഞ്ച് കണ്ടില്ലേ, കറക്റ്റ് 9 ഇഞ്ചാണ് കേട്ടോ ഉള്ളത്. ഇനി നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ വീതി ഞാൻ എന്താ ഒരു 2 ഇഞ്ചാണ് കേട്ടോ എടുക്കുന്നത്. നമുക്ക് ബെൽറ്റ് വെക്കേണ്ട വീതി 2 ഇഞ്ച് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇത് ഇങ്ങനെ കട്ട് ചെയ്ത് വരുന്ന ഒരു ടൈപ്പ് മെറ്റീരിയൽ, അതായത് ഇങ്ങനെ വര മനസ്സിലായോ, അതില്ലോണ്ട് നമുക്കിതാ ആ ഒരു ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതാദ്യം ഒരു പീസ് മാറ്റി എനിക്കിതാ ഫസ്റ്റ് ലൈനല്ല സെക്കൻഡ് ലൈനിൽ ഞാൻ കട്ട് ചെയ്തത് 2 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. ആ ഒരു ലൈനിലേക്ക് എത്തുമ്പോഴത്തേക്കും ഇതുപോലെ കട്ട് ചെയ്തു. ഇത് ഒരു സ്ലീവിന് ഇതുപോലെ ആദ്യം കട്ട് ചെയ്തു. ഇത് നമ്മുടെ രണ്ടാമത്തെ സ്ലീവിന്. അതിനുശേഷം ഞാൻ കട്ട് ചെയ്ത് 2 പീസ് കൊടുത്തു കേട്ടോ. 2 പീസ് കൊടുത്തതിന് ശേഷം നേരെ വെക്കാം. വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ 9 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അപ്പോൾ കുറച്ചും കൂടി ഞാൻ എക്സ്ട്രാ തുണി കൊടുക്കുന്നുണ്ട്, കാരണം അവർക്ക് ലൂസോ ടൈറ്റോ ഒക്കെ ആക്കണമെങ്കിൽ ഒരു ബുദ്ധിമുട്ട്. ഞാനൊരു 10 ഇഞ്ചിൽ മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. 10 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. പീസിൻ്റെ ഒരറ്റത് ഇതുപോലെ ഒന്ന് മടക്കി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 പീസിൻ്റെ അറ്റങ്ങൾ മടക്കി അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ നേരത്തെ 7.5 അല്ലേ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു താഴത്തേക്കുള്ള ബാൻഡില്ല, അത് ഇതുപോലെ ഒന്നിങ്ങനെ മടക്കി കൊടുക്കുന്നുണ്ട്. മടക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഈ ഒരു അറ്റത്തുനിന്ന് ഒരു 3.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.25 മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 3.25. അപ്പോൾ ഈ 3.25 മുതലാണ് നമ്മൾ അടിച്ച് വരേണ്ടത് കേട്ടോ. കണ്ടില്ലേ, ഇത് ഇവിടുന്ന് ഇവിടം വരെ നമ്മുടെ കൈ റൗണ്ട്, ഇത് തയ്യൽ തുമ്പ്, പുറത്തേക്കുള്ള തയ്യൽ തുമ്പ്. അപ്പോൾ നമ്മൾ ആദ്യം അടിച്ചുമ്പോൾ ഇവിടുന്ന് സ്ട്രെയിറ്റ് വന്നിട്ട് ഇവിടുന്ന് വേണം നമ്മൾ ഫ്രില്ലിട്ട് തുടങ്ങാൻ പറ്റും. ഇത് സെൻറ്റർ, ആദ്യം ഫ്രില്ലിട്ട് തുടങ്ങാം. അങ്ങനെ വേണം തുടങ്ങാൻ വേണ്ടി. അതുപോലെ 2 സ്ലീവിനും നമ്മൾ ഈ സ്ലീവ് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇതുപോലെ മടക്കിയിട്ട് അതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു നോച്ചിട്ട് കൊടുക്കാം കേട്ടോ. അത് സെൻറ്റർ ടു സെൻറ്റർ വരുമ്പോൾ കറക്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. സെൻറ്ററിൽ നോച്ചിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വശമാണ്. നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെക്കണം, കാരണം എന്നാലും നമുക്ക് കറക്റ്റ് ഇപ്പുറത്തേക്ക് മറച്ച് വരുന്ന സമയത്ത് കറക്റ്റ് നല്ല വശം കിട്ടും കേട്ടോ. അപ്പോൾ നല്ല വശത്തിൻ്റെ മുകളിൽ നല്ല വശം വെച്ചിട്ട് ആദ്യം നമ്മൾ ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തില്ലേ, തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തില്ലേ, ഇവിടം വരെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ചെറിയ ഫ്രില്ലിട്ട് എടുക്കാം. ഫ്രില്ല് വെച്ചാൽ ഈ സെൻറ്ററിലേക്ക് എത്തുമ്പോൾ നമ്മുടെ ഈ കട്ട് കൊടുത്ത സെൻറ്റർ ഇത്ര പോലെ ഫ്രില്ലിടാം. അതിന് ശേഷം ഇവിടുന്ന് നമുക്ക് ഇത്ര പോലെ ഫ്രില്ലിട്ട് എടുക്കാം. പിന്നെ ബാക്കിയുള്ള സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്ക് പതിച്ചെടുക്കുക. ഇപ്പോൾ ഇതല്ല നമ്മുടെ നല്ല വശം, ചീത്ത വശത്ത് വെച്ചിട്ട് ഈ ഒരു തുച്ചൂലേ, ഈ ഒരു തുച്ചം ഈ ഒരു പീസിൻ്റെ അടുത്തേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് നമുക്കൊന്ന് പതിച്ചടിച്ചു കൊടുക്കാം കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ വെച്ചിട്ട് പതിച്ചടിച്ചു കൊടുത്തു. കണ്ടില്ലേ, ഇതുപോലെ ഈ ഒരു അറ്റത്ത് പതിച്ചടിച്ചു. അപ്പോൾ ആ ഒരു തുച്ഛം വരുന്നത് ഈ ഒരു വശത്തേക്ക് വന്നു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്, ഇതുപോലെ വെച്ചിട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് അടിക്കുക. അത് നമ്മൾ ഈ മടക്കി അടിച്ചില്ലേ,
അതാകുമ്പോൾ കറക്റ്റായിട്ട് ഇങ്ങനെ വരും കേട്ടോ. ഇതുപോലെ വെച്ചിട്ട് അടിക്കാം. അതിന് ശേഷം നമുക്ക് ഈ ആദ്യം അടിച്ച സ്റ്റിച്ചില്ലേ, ആ ഒരു സ്റ്റിച്ച് നമുക്ക് അഴിച്ച് കളയാം കേട്ടോ. ചെടുത്തു. ഇത് നമ്മുടെ ഫ്രണ്ട് വരുന്നത്. അപ്പോൾ ഫ്രണ്ട് വരുമ്പോൾ നമ്മൾ കൈക്ക് നേരത്തെ ഫ്രണ്ട് ബാക്കൊക്കെ ഫ്രണ്ട് മാർക്ക് ചെയ്തിട്ട്, അപ്പോൾ ഇതാണ് ഫ്രണ്ട്. അപ്പോൾ ഫ്രണ്ട് ഇതുപോലെ വെക്കണം. നമുക്കെന്താ ഈ ഫ്രണ്ട് ഇവിടെ അല്ലേ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ നോക്കാം, കട്ട് കൊടുത്തില്ലേ, സെൻറ്റർ ടു സെൻറ്റർ നമുക്ക് വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കത് ഇതുപോലെ ചെറിയ ഫ്രില്ലിട്ട് തന്നെ അടിച്ച് വന്നാൽ മതി കേട്ടോ. ഫ്രില്ലിട്ട് തന്നെ നമുക്കിങ്ങനെ അടിച്ചടിച്ച് വരാം കേട്ടോ ഫുള്ളായിട്ട്. താഴത്ത് ഇതുപോലെ ചെറിയൊരു പീസ് വെച്ച് കൊടുത്തു കേട്ടോ. ഒരു 1.5 ഇഞ്ച് വീതിക്ക് കട്ടാക്കിയിട്ട് പീസ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പതിച്ചടിച്ചിട്ട് ഉൾവശത്തേക്ക് മടക്കി അടിച്ചു കൊടുത്തു. ഇനി നമുക്ക് നമ്മുടെ സൈഡ് ജോയിൻ ചെയ്യാം. സൈഡ് ജോയിൻ ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ഈ നൂലൊക്കെ വലിയ ടൈപ്പ് മെറ്റീരിയൽ ആയതുകൊണ്ട് ആദ്യം ഇതുപോലെ വെക്കുക. ഓവർലോക്ക് ചെയ്യാത്തതുകൊണ്ടാണ് കേട്ടോ. ആദ്യം ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തിട്ട് നല്ല വശത്തേ കൂടി ഒന്ന് സൈഡൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. നമ്മൾ അത് അടിച്ചെടുത്തിട്ട് കണ്ടില്ലത്, നല്ല വശത്തേ കൂടി അടിച്ചു. അതായത് ഇതുപോലെ വന്നോട്ട് നല്ല വശത്തേക്ക് നമ്മത് ഇതുപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുക്കുമ്പോൾ ഇതുപോലെ ജോയിൻറ്റ് വരും കേട്ടോ. പിന്നെ നമ്മളിത് ഇവിടെ അടിക്കുന്ന സമയത്ത് നല്ല കവറിങ് ആയിട്ട് ആ ഒരു തുച്ചൊക്കെ അതിൻ്റെ ഉള്ളിൽ കവർ ചെയ്ത് പോകും. മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഡ്രസ്സിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ വീഡിയോ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുപോലത്തെ ഡ്രസ്സായിരിക്കും ആവശ്യമുണ്ട് ജസ്റ്റ് ഒന്ന് വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.